എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വാലന്റൈൻസ് ഡേക്ക് ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുണ്യാളൻ, കപ്പ്, രേഖാചിത്രം, ഹണ്ട് തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ദാംധൂം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഈ സിനിമ ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. ഇന്ന് നെറ്റ്ഫ്ലിക്സിലാണ് ദാംധൂം OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാക്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കന്നഡ മൂവിയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മാക്സ്. തിയേറ്ററിൽ സിനിമ വിജയിച്ചിട്ടുണ്ടായിരുന്നു. കിച്ച സുദീപാണ് മാക്സ് സിനിമയിലെ നായകൻ. ഇപ്പോഴത്തെ സിനിമ നാളെ ഫെബ്രുവരി 15-ന് C5 കന്നഡയിൽ പ്രീമിയർ ചെയ്യുകയാണ്. അതിനുശേഷം സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് മനോരാജ്യം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഗോവിന്ദ് പത്മസൂരിയാണ് സിനിമയിലെ നായകൻ. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ഈ മനോരാജ്യം എന്ന സിനിമ ഇന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് മധുരൈ പയ്യനും ചെന്നൈ പൊണ്ണും എന്ന സീരീസിനെ കുറിച്ചാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ സീരീസ് ആണ്. ഈ സീരീസ് ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് ആവറേജ് അഭിപ്രായമാണ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമ നേടിയിരിക്കുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് പുണ്യാളൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അനശ്വര രാജൻ, ബാലു വർഗീസ്, അർജുൻ അശോകൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു കോമഡി ത്രില്ലർ സിനിമയാണ് പുണ്യാളൻ. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിൽ സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഫെബ്രുവരി 28-ന് മുന്നേ പുണ്യാളൻ സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കപ്പ്. മാത്യു തോമസ്, നമിത പ്രമോദ്, അനിക, ബേസിൽ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു സ്പോർട്സ് റൊമാൻറ്റിക്കൽ മൂവിയാണ് കപ്പ്. ഇപ്പോഴിതാ സൈനാപ്പിളെ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഫെബ്രുവരി 25-ന് മുന്നേ സൈനാപ്പിളയിൽ OTT റിലീസ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയായിരുന്നു ED. അത്യാവശ്യം കോമഡി സിനിമയിലുണ്ട്. ഒരു ഫാമിലി സിനിമയാണ് ED. എക്സ്ട്രാഡിഷൻ എന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് സുരാജാണ്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ED സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ആമസോണിൽ ED സിനിമ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ഫെബ്രുവരി 20-നായിരിക്കും ED സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഷൈനികം, സണ്ണിവേനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് വേല സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ഇറങ്ങി 2 വർഷമാകാറായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് ആമസോൺ പ്രൈമിൽ വേല സിനിമ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഐറിൻ അറേബ്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ്, ഉർവശി ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഐറിൻ അറേബ്യയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഫെബ്രുവരി 27-ന് ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഭാവന നായിക സിനിമയായിരുന്നു ഹണ്ട്. ഹണ്ടിന്റെ OTT നേരത്തെ തന്നെ വിറ്റുപോയതാണ്. ആമസോൺ പ്രൈമാണ് ഹണ്ട് വാങ്ങിച്ചിരിക്കുന്നത്. ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് ഹണ്ട്. ഒരു കോളേജിലുണ്ടാകുന്ന കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. തിയേറ്ററുകളിൽ പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഹണ്ട് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഹണ്ട് ആമസോൺ പ്രൈമിൽ സർപ്രൈസ് റിലീസിന് ഒരുങ്ങുകയാണ്. ഇന്ന് ഫെബ്രുവരി 14-ന് സിനിമ വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ മാസം ലാസ്റ്റ് ആയിരിക്കും ഹണ്ട് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് രേഖാചിത്രം. ഒരു ക്ലാസിക് ത്രില്ലർ സിനിമയാണ് രേഖാചിത്രം. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. സോണി ലീവാണ് രേഖാചിത്രത്തിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ആസിഫ് അലിയുടെ ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയായിരുന്നു രേഖാചിത്രം. അതുപോലെ അനശ്വര രാജാണ് സിനിമയിലെ നായിക. സോണി ലീവിൽ മാർച്ചിലാണ് സിനിമയുടെ റിലീസ്. ഒരു മാസം ഒരു സിനിമ മാത്രമേ സോണി ലീവ് പുറത്തുവിടുകയുള്ളൂ. ഈ മാസം ഇപ്പോൾ മാർക്ക് വന്നു. അതുകൊണ്ട് മാർച്ച് 5-നായിരിക്കും രേഖാചിത്രത്തിന്റെ OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം സിനിമ തിയേറ്ററുകളിൽ നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ടും കോമഡിയാണ് സിനിമയിൽ. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഹൊററും സിനിമയിലുണ്ട്. ഇപ്പോഴിതാ
ആമസോൺ പ്രൈം ഹലോ മമ്മിയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഹലോ മമ്മി സർപ്രൈസ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.